പുറത്ത് വലിയ സ്വാലിഹായ മനുഷ്യനാണ്, ഭയങ്കര തങ്കക്കുടമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഇയാൾ ഭീകരജീവിയാണെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. ആ ജീവിതം കൊണ്ട് അർത്ഥമില്ല. സ്വന്തം ആശ്രിതരുടെ മുമ്പിലാണ് നമ്മുടെ നന്മ ആദ്യം തൂങ്ങേണ്ടത്. അതിനു വേണ്ടി ചെയ്യേണ്ട ഒരു സ്നേഹഭാഷയാണ് ആക്ട് ഓഫ് സർവീസ്. ഈ ആക്ട് ഓഫ് സർവീസ് ഉണ്ടാകുമ്പോഴേക്ക് ജീവിതം ധന്യമാകുന്നത് കാണാം. മറ്റൊന്നാണ് ഫിസിക്കൽ ടച്ച്. ഞാൻ തുടക്കത്തിൽ പറയുമ്പോൾ സൂചിപ്പിച്ചൊരു മേഖലയാണത്. പരസ്പരം സലാം പറയുക, മുസാഫഹത്ത് ചെയ്യുക. ഈ മുസാഫഹത്ത് നല്ല ശീലമാണ്. ഹഗ് ചെയ്യുന്നത് നല്ല ശീലമാണ്, സ്നേഹഭാഷയിലെ നല്ല ശീലമാണ്. ഒരു ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദെ എന്തും സഹിക്കാം, നാവ സഹിച്ചുകൂടാത്തത്. പലപ്പോഴും ഞാൻ ഓർക്കാറുള്ളൊരു തമാശയാണ്, ഒരാൾ ഭാര്യയെ ബാത്റൂമിൽ വീണിട്ട് ചുണ്ടു പൊട്ടിയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു മുറിവ് കുറച്ച് കൂടുതലാണ്, സ്റ്റിച്ച് ഇടേണ്ടി വരും. അപ്പോൾ ഇയാൾ ചോദിച്ചു, അന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് സർജറി വേണ്ടി വരുമെന്ന. സർജറി എന്ന് പറയുമ്പോൾ ഇയാൾ ഓർമ്മയിലുള്ളത് ഒരു 3-6 മാസം മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ഭാര്യൻ്റെ ഡെലിവറിയോട് ചേർന്നുള്ള സർജറിയാണ്. 90 ചിലവായിട്ടുണ്ട്, അഥവാ 1 ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവായിട്ടുണ്ട്. ഇയാളൊന്ന് നെടുവീർപ്പോടെ ചോദിച്ചു എത്ര ചിലവാകും. അയാൾ പറഞ്ഞു 150 റുപ്യ ചിലവാവുള്ളൂ. ഇയാൾ 300 റുപ്യ വേഗം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, തുന്നിക്കോ, 2 കൂട്ടി തുന്നിയാൽ മതി. ചിലയിടത്ത് അങ്ങനെ ഉണ്ടാവും. ഈ സംസാരം വലിയൊരു വിഷയമാകുന്നുണ്ടാവും. അവിടെ സംസാരം നന്നായാൽ അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം എളുപ്പമാണ്. പക്ഷെ എന്ത് വേണം? ക്രോസ് ചെയ്തിട്ടുള്ള, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടുള്ള സംസാരം. ഇത് ഒന്ന് മാറ്റിയാൽ തന്നെ ഏറെക്കുറെ യോജിപ്പിക്കാൻ എളുപ്പമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, കേൾക്കാൻ ഏതെങ്കിലും ഒരു കക്ഷി പഠിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ തീരും. ഭാര്യയെ പൂർണ്ണമായി നന്നാക്കണമെന്നൊന്നുമില്ല. അവർ പറയുന്നത് കേൾക്കാനുള്ള സന്നദ്ധത കാണിച്ചാൽ തന്നെ പുരുഷന് ധന്യമായി ജീവിക്കാം. മറിച്ച് എന്ത് കണ്ടീഷൻ ഉണ്ടാകരുത്? ലവ് എന്ന് പറയുന്നതിനെക്കുറിച്ച്, സ്നേഹമാണ്, ഹുബ്ബാണല്ലോ പ്രധാനം. ഹുബിനെ കുറിച്ചുള്ള കണ്ടീഷൻ എന്താ? ഹുബ്, സ്നേഹം എന്ന് പറയുന്നത്